പക്ഷേ കറണ്ട് മേയറും BDF നേതാവുമായിരുന്ന കോതാട് ദാസന് ഞങ്ങളുടെ കുടുംബത്തോട് തന്നെ ഒരു പുജ്ഞ വരുന്നു. എന്തോന്നടാ ഇത്? ഇതാണോ യൂത്ത്? ഇതിലെവിടെ ഒരു വീര്യം? ജോസേ, നീ ആ പട്ടം നോക്കി. ഇതവിടെ കിട്ടണം. കണ്ട, നീ 25,000 കൊണ്ടുപോയി കളഞ്ഞില്ലേ? ഇത് 500 രൂപയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കി. പാർട്ടീഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു നിമിഷം ആ വീട്ടിൽ നിൽക്കണ്ടേ? ആ കൊച്ചിയല്ലേ, മെട്രോ വരികയല്ലേ, ആദ്യത്തെ ട്രെയിനിൽ തന്നെ കയറണം. പിന്നെ ആനിന് ഇവിടെ വർക്കായല്ലോ. വന്നല്ലോ മണ്ടൻസ്. ആരിത്? ലൂക്കാച്ചനോ? ചെറുപ്പത്തിലുള്ള മുഖം ഊതി വീർപ്പിച്ചതുപോലെ ഉണ്ടല്ലോ. താടിക്കാരൻ അങ്കിൾ, താടിക്കാരൻ ആന്റി. യെസ്, ആൻഡ് മേരി താടിക്കാരൻ റിട്ടേൺസ്. താങ്ക് യു. ഇവള് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. അയ്യോ അല്ലമ്മച്ചി, അവളിപ്പോ തടി കുറച്ചതല്ലേ. ലൂക്ക എന്നാ മിണ്ടാണ്ടിരിക്കുന്നേ? ഈ ലൂക്കാച്ചാനല്ലോ, പണ്ടൊരു ദിവസം വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിലുണ്ടായിരുന്ന മാങ്ങ മുഴുവൻ എടുത്ത് തിന്ന്. അത് എന്നാ മാങ്ങേടി? ബഗനപ്പള്ളി മാങ്ങ. ആ ബഗനപ്പള്ളി. എന്റെ അമ്മയെ അത് തിന്ന് തൂറിയ ട്രൗസറിലൊക്കെ ആക്കി മുഴുവൻ. എന്നാ ആലോചിക്കുമ്പോ ചിരി വരുന്നു. വേണ്ട ആന്റി, ഇതൊക്കെ കഴിച്ചാൽ എന്റെ ഡയറ്റ് പ്ലാൻസ് കംപ്ലീറ്റ് തെറ്റും. കുറച്ച് കഴിച്ചു മോളെ, ഒരു കുഴപ്പമില്ല. ഞാനിത് പറയാറുണ്ട്, പക്ഷെ ഇവളുടെ വിൽ പവർ സംബന്ധിച്ചു കൊടുത്തേ പറ്റൂ. ഗുഡ് മോളെ, ഗുഡ്. വിൽ പവർ ഷോസ് ക്യാരക്ടർ. താങ്ക് യു അങ്കിൾ. ഇനി എന്നാണാവോ ലൂക്ക അഡ്വക്കേറ്റ് ലൂക്ക ആവുന്നത്? അതിനവൻ LLB പകുതിക്കിട്ട് പോകുന്നില്ലേ? അയ്യോ, ഈ സണ്ണിയെ പിന്നെ ഞങ്ങൾ എപ്പോഴും TV കാണാറുണ്ട്. വലിയ BJ അല്ലേ? BJ PJ അല്ലാണ്ടി VJ, വീഡിയോ ജോക്കി. ഓ, ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ. ദേ, ആന്റിക്ക് അങ്കിളിന് നീ ആ TV പാടുന്ന പാട്ടൊന്ന് പാടിത്തരാവോ? എടാ, ഒരു എപ്പിസോഡ് എന്നാ റേറ്റ് കിട്ടും? ദാറ്റ് ഡിപ്പെൻഡ്സ് അങ്കിൾ. അതല്ല, റെഡി ക്യാഷ് എത്ര കിട്ടുമെന്ന്. കാശിന്റെ കാര്യം ചോദിച്ചപ്പോ അവൻ അപ്പടെ ഒരു തപ്പല്. അല്ല, കോർപ്പറേഷൻ ഇലക്ഷനൊക്കെ വരികയല്ലേ, ഈ പ്രാവശ്യമെങ്കിലും കവിഞ്ഞ് വീഴോ? ഇത്തവണ ഞങ്ങൾ പ്രകാശം പരത്തും. ഓ ഓ ഓ, ജോൺ പ്രകാശും ജോസ് പ്രകാശും അതിനുള്ള അടിവേലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സമ്മതിച്ച്. ജയിച്ചാ ഭാഗ്യം. താങ്ക് യു. മതി. ലൂക്കച്ച, നമ്മുടെ അന്നത്തെ സീക്രട്ട് ഇപ്പോഴും സീക്രട്ട് അല്ലേ? മിക്കി മൗസ്. യെസ്. My love, you're my panchasara. My love, you're my panchasara. ആരത്? പതിവ് പോലെ പിറ്റേ ദിവസവും അവൻ സ്വന്തം കൂർക്കം വലിയായിട്ട് ഞെട്ടി ഉണർന്നു.
താങ്ക്സ് ഫോർ കീപ്പിംഗ് ദ സീക്രട്ട്. ലവ് ആൻഡ് ടെഡി ഹഗ്സ്. ആൻ. എൻ്റെ പൊണ്ണു ബടി, ഇതൊരു സാധാരണ ഗിഫ്റ്റ് അല്ല കേട്ടോ. ഇതിലൊരു മെസ്സേജ് ഹേ. വാട്ട് മെസ്സേജ്? അതൊരു ഇഷ്ടം കൊണ്ട് തന്ന ഗിഫ്റ്റ് ആണ്, അത്രേ ഉള്ളൂ. തടിയാ, അവളുടെ തടി കുറഞ്ഞു, നീ മെലിയണം, അതാണ് സീൻ. സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഖത്തർനാക്ക് സീൻ. സണി, നീ വെറുതെ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ. ലുക്ക്, ലിസൺ, അവൾ നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ? ഷി ലൈക്സ് യു ആൻഡ് ഷി നോസ് ദാറ്റ് യു ലൈക്ക് സൂപ്പർമാൻ. അതുകൊണ്ട് തന്നതാ. പിന്നെ തടിയാ, നീ ആൻമേരിക്കോ ഇതർബിലാവോ, നമുക്ക് അവളോട് പൂച്ചാം. കുട്ടിക്കാലത്ത് ലൂക്കാച്ചന് മാത്രമേ എന്നെ ഊഞ്ഞാലാട്ടാൻ പറ്റുള്ളായിരുന്നു. ഹീസ് മൈ സൂപ്പർമാൻ. എനിക്ക് മനസ്സിലായി, അവൻ പതുക്കെ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. സ്വപ്നോ കി ജിന്ദഗി കബി ഖത്തം ഖുദം ന ഹോ ജാതി ഹൈ. എൻ്റെ പൊന്ന് തടിയാ. calories. എന്താ അമ്മോ, ഇപ്പൊ ലൂക്കാച്ചൻ കഴിക്കുന്ന ഫുഡിന്റെ കാലറീസ് കാൽക്കുലേറ്റ് ചെയ്തതാ. ഓൾമോസ്റ്റ് ഡബിൾ. ഇത്രയൊന്നും ആവശ്യമില്ല. അപ്പോ എന്താ അപ്പം ആവശ്യത്തിലും ഡബിളാ ലൂക്കാച്ചൻ ഇപ്പൊ കഴിക്കണേ. മാത്രമല്ല ഇതുപോലത്തെ ഫുഡും. കൊളസ്ട്രോളിന്റെ കാര്യം പറയേ വേണ്ട. നല്ല വെളിച്ചെണ്ണയിലും നെയ്യിലും മനസ്സറിഞ്ഞ് പൊരിച്ചെടുത്തതാ. ഇതിന് ഒരു കൊളസ്ട്രോളും ഉണ്ടാവില്ല. അവരവർക്ക് ആവശ്യമുള്ളത് അവരവർ കഴിക്കുന്നതാണ് നല്ലത്. ഇത് ആവശ്യത്തിൽ അധികം അമ്മച്ചി. ലൂക്കയ്ക്ക് ഇപ്പൊ എത്ര വെയിറ്റ് ഉണ്ട്? ഒരു 120 കാണും. എന്റെ കർത്താവേ, 120 കിലോയോ? ലൂക്കാച്ചന്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് അല്ല ഇത്, അതിലും കൂടുതലാ. ഇത് ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചിട്ട് തന്നെയാ. മോളെ, ഇങ്ങനെയൊക്കെ അളന്നു നോക്കിയാൽ എല്ലാവരും കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല. ഈ പറയണത് തെറ്റാ അമ്മച്ചി. ഇത് ആരോഗ്യത്തിന്റെ തടിയല്ല, അത് ഇല്ലാത്തതിന്റെയാ. Kareena Kapoor, she's so hot, yaar. She's such an inspiration. Oh, she's good. Hey, she's the best, yaar. ഒരു കാര്യം അറിയോ, കരീന സൈസ് 0 ആക്കി അവളുടെ കംപ്ലീറ്റ് ലൈഫ് മാറി. എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി മാറിയെന്ന്. കണ്ടോ, നമ്മൾ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, എൻ്റെ ട്വിറ്റർ ഫ്രണ്ട്സ് എത്ര കൂടിയെന്നറിയോ. പണ്ടൊക്കെ ആൾക്കാർക്ക് ഒരു സിമ്പത്തി ആയിരുന്നു, ഒരു ഫേക്ക് സിമ്പത്തി, which I used to hate the most. ഇപ്പം അത് മാറി. I was born again. ലൂക്കാച്ചനൊരു കാര്യം അറിയോ, നമ്മൾ വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഫീലിംഗാ, നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ തോന്നും. ഈ ഭാരമൊക്കെ ഇറക്കി വെച്ച് ലൂക്കാച്ചൻ അതുപോലെ ഫീൽ ചെയ്യണ്ടേ? പിന്നൊരു കാര്യം അറിയോ, ഫാറ്റ് പീപ്പിൾ ആർ നോട്ട് സെക്സി. വിഷമിക്കണ്ട കേട്ടോ, പണ്ട് ഞാനും ലൂക്കാച്ചനും ഒരേപോലെ ആയിരുന്നു. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഒരേപോലെ ആവാം. അതിന് ലൂക്കാച്ചൻ മനസ്സ് വെച്ചാൽ മതി. വാ. ഫൈനലി പിന്നെയും പണി കിട്ടിയല്ലേ? താങ്ക് യു ലൂക്ക. ഈ തടിയന്മാരെ കുറിച്ച് പൊതുവെ ഗേൾസിന് എന്താ അഭിപ്രായം? എന്നുവെച്ചോ? എന്നെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ലൂക്കാച്ചൻ ക്യൂട്ട് അല്ലേ, ടെഡി ബെയറിനെ പോലെ. അല്ല,
Am I sexy? അല്ല സെക്സി അല്ല, എന്നാ വിട്ടോ. താങ്ക്സ് ലൂക്ക. ഇതെന്താ സംഭവം? ഇത് വൈദ്യ ക്ലിനിക്കിന്റെ ക്വിക്സ്ലിം പ്രോഗ്രാം. അല്ല, തടി ഒരു പ്രശ്നമാണ്. പക്ഷെ ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്, സ്വിമ്മിങ്ങിനും പോകുന്നുണ്ട്, പിന്നെ കുറച്ച് ഫുഡും കണ്ടുള്ളൂ. തപ്പോലെ ലൂക്കാച്ച, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ? അതിനൊന്നും ഒരാവശ്യവും. ഈ വൈദ്യ ക്ലിനിക്കിന്റെ കർഷാമൃത വടക്കം എന്ന് പറഞ്ഞൊരു റേർ ഔഷധക്കൂട്ടുണ്ട്. 25 ദിവസം അവിടെ താമസിച്ച് അത് സേവിക്കണം. കുറച്ച് ഡയറ്റ് പ്ലാൻസ് ഫോളോ ചെയ്യണം. അത്രേ ഉള്ളൂ. 100% നാച്ചുറൽ. അല്ല, എനിക്കിതിൻ്റെ ആവശ്യം. ലൂക്കാച്ച, ഇത് ചേർന്ന ജീവിതം മാറി എത്രയോ പേരെ എനിക്കറിയാം. ട്രസ്റ്റ് മീ ഓൺ ദാറ്റ്. മാത്രമല്ല, നീ പുതിയൊരാളായി തിരിച്ചു വരും. കുറച്ച് എക്സ്പെൻസീവാ, പക്ഷെ വർത്ത് ഇറ്റ്. പക്ഷേ ആൻ, അന്ന് ലൂക്ക തൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന ഡിസിഷൻ എടുത്തു. അവൻ തടി കുറയ്ക്കാൻ വൈദ്യർ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ്റെ ജീവിതത്തിലേക്ക് രാഹുൽ വൈദ്യർ കടന്നു വന്നു. ദേ ഇങ്ങനെ. വാ. വെൽക്കം സർജി, വെൽക്കം മാഡം ജി, വെൽക്കം ടു വൈദ്യസ് ക്ലിനിക്. താങ്ക് യു. വെൽക്കം. താങ്ക് യു. Myself Shandanu Balamurli, floor manager. Welcoming once again to Karshamrita Vadakam Quick Slim program. Please come, sir. Don't worry, Sergi. That's only a formality. പ്രധാന റൂൾസ് ഞാൻ പറയാം. അടുത്ത 600 മണിക്കൂർ, അതായത് 25 ദിവസം ക്ലിനിക്കിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. കോഴ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ പൈസ തിരികെ കിട്ടുന്നതായിരിക്കില്ല. ഞങ്ങൾ വടകത്തിന് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഫുഡ് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. കൺഗ്രാറ്റ്സ് സർജി, ദാറ്റ്സ് എ ലൈഫ് ചേഞ്ചിങ് സിഗ്നേച്ചർ. ഞാൻ താങ്കളുടെ ക്വിക്ക് സ്ലിം കിറ്റ് എടുത്തിട്ട് വരാം. ഞാൻ ഇറങ്ങട്ടെ ലൂക്കച്ച? ഐ നോ യു ക്യാൻ ഡു ഇറ്റ്. സ്കൂളിൽ പഠിക്കുമ്പം എനിക്ക് ലഞ്ച് ബോക്സ് ഷെയർ ചെയ്യുമ്പോൾ കാണിക്കുന്ന സാക്രിഫൈസ് കാണിച്ചാൽ മതി. ഇപ്പോൾ 25 days ഇതാന്ന് പറഞ്ഞു പോകും. ഐ വിൽ വെയിറ്റ് ഫോർ യു. കം ബാക്ക് സൂൺ. You look very calm, sir. Perfect fit. ആണോ? Definitely. രാഹുൽജി യോഗ ഹാളിൽ പുതിയ ബാച്ചിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ യോഗ സെഷനും ഉണ്ട്. അല്ല, ഈ രാഹുൽജി സോണിയാജിയുടെ? നോ 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 ലൂക്കാജി. രാഹുൽ വൈദ്യർജി അറിയില്ല? ബ്രഹ്മശ്രീ പത്മനാഭ വൈദ്യർ. ഇദ്ദേഹത്തിൻ്റെ ചെറുമകനാണ് രാഹുൽ വൈദ്യർ. അഗസ്ത്യമുനിയുടെ അവതാരമായിട്ടാണ് ജനങ്ങൾ ഇദ്ദേഹത്തെ വിശ്വസിച്ച് പോരുന്നത്. ഇപ്പോൾ ഋഷികേശിലാണ് അദ്ദേഹം ധ്യാനത്തിൽ. ഇത് അതെ ലൂക്കാജി, അത് ഞാൻ സ്വാമിജി.
സ്വാമിജി നമ്മുടെ പടകത്തിന്റെ ഭയങ്കര ഫാനാ. ഓ, ഈ പറയുന്ന രാഹുൽജി അപ്പം മാരീഡ് ആണല്ലേ? നോ ലൂക്കാജി, ഇത് വൈദ്യർസ് ഓർഫനേജിലെ കുട്ടികളാണ്. ഓ, ഇതാ ഗദ. പ്ലീസ് ഡോണ്ട് ടച്ച് ഇറ്റ്. സൗത്ത് ആഫ്രിക്കയിലെ ഒലങ്കോ രാജകുമാരിയെ വെളുപ്പിച്ചതിന് രാജകുടുംബം നൽകിയതാണ് ഒലങ്കോ ഗദ. വരൂ ലൂക്കാജി. നമസ്കാരം. എൻ്റെ മുത്തശ്ശനായ ബ്രഹ്മർഷി പത്മനാഭ വൈദ്യരുടെ ഒരായുഷ്കാലത്തിൻ്റെ വൈദ്യ തപസ്സിൻ്റെ ഫലമാണ് വരും 25 ദിവസത്തെ കോഴ്സിലൂടെ നിങ്ങൾ സേവിക്കാൻ പോകുന്ന കർഷാമൃത വടകം എന്ന ഈ ദിവ്യ ഔഷധക്കൂട്ട്. ദുർമേധസ്സില്ലാത്ത, കഷണ്ടിയില്ലാത്ത, വെളുത്ത് ഉയരമുള്ള, സൗന്ദര്യമുള്ള ഒരു ജനത, അതാണ് ആ മഹാത്മാവിൻ്റെ ദിവ്യദർശനം. അത് നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു എളിയ സേവകൻ മാത്രമാണ് ഞാൻ. വരൂ, ആയുർവേദത്തിലൂടെ നമുക്ക് പുനർജനിക്കാം. ഉപവിഷ്ടരായാലും നിങ്ങളുടെ ഡിന്നർ തയ്യാറാണ്. ഡിന്നറിനോടൊപ്പം കർഷാമൃത വടകവും സേവിക്കുക. നിങ്ങളുടെ പ്ലേറ്റിലിരിക്കുന്ന 2 മുന്തിരികൾ ഓരോന്നായി വായിലിട്ട് 4 മിനിറ്റ് വീതമെടുത്ത് ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കുക. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഡിന്നർ. സച്ചിൻ, ലൂക്ക. ഉറങ്ങുവാനുള്ള സമയമായിരിക്കുന്നു. ലൈറ്റുകൾ അണയ്ക്കുകയാണ്. എന്ത് പരിപാടിയാണ് ഇത്? ലൈറ്റ് ഓഫ് ചെയ്താന്ന് തോന്നുന്നു. ഓ, അത് ശരി. നീ എവിടെന്നാ? ഞാൻ കൊച്ചിന്നാ. ഞാൻ തൊടുപുഴന്നാ. അതിനാ ഒച്ച കേട്ടെ? ഞാനിരുന്നാ. നീ ആര് പറഞ്ഞിട്ടാ ഇവിടെ വന്നേ? ഞാൻ മനസ്സിലായി, പെണ്ണല്ലേ? എന്നെ അതെ, വൈഫ്. വെറുതെ അല്ല, ഭാര്യ. അതെന്താ അത്? ഞാനൊന്ന് ഇരിക്കാൻ നോക്കിയതാ. ഓഹോ. രാഹുൽ ജി, ഫൈനലി വി ഹാവ് ലാൻഡഡ് ഓൺ എ ടാഗ് ലൈൻ. സിമ്പിൾ ബട്ട് എഫക്റ്റീവ് ഇന്. തടി തുടച്ചു നീക്കാൻ പോകുന്നു കർഷാമൃത വടകം. ഹൗസ് ഇറ്റ്? നമുക്ക് തടിയന്മാരുടെ സെൽഫ് എസ്റ്റീമിനെ ഹേർട്ട് ചെയ്യാൻ സാധിക്കണം. എന്നാലേ അവർ വന്ന് കോഴ്സിന് ചേരൂ. തടിയന്മാരെ തുടച്ചു നീക്കാൻ പോകുന്നു. ഹൗസ് ദാറ്റ്? ഓസം രാഹുൽ ജി, നൈസ്. രാഹുൽ ജി, നമ്മുടെ പ്രിന്റഡ് ക്യാമ്പയിൻ റെഡി ആയിട്ടുണ്ട്. പ്ലീസ് ഹാവ് എ ലുക്ക്. റീത്തോ, നിങ്ങളുടെ ഭർത്താവ് ഒരു പൊണ്ണത്തടിയനോ? ഇത് കൊള്ളാം.
തടിയന്മാരുടേതൊരു മോശം സെക്സ് ലൈഫാണെന്ന് നമുക്ക് വരുത്തി തീർക്കാൻ സാധിക്കണം. ഗുഡ് വർക്ക്. താങ്ക് യു രാഹുൽജി. വി ഹാവ് 2 more slides. തടി നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ? നെക്സ്റ്റ്. മകളുടെ തടി നിങ്ങൾക്ക് അപമാനമോ? തടിയന്മാരുടെ ചുറ്റുമുള്ളവർ കൂടെ നമുക്ക് ഇൻസെക്യൂർ ആക്കണം രാഹുൽജി. നൈസ്. രാഹുൽജി, നമ്മുടെ TV കമേഴ്ഷ്യലിന്റെ കാര്യം. ഓ യെസ് യെസ്. രവിജി, യെസ് ജി. നമ്മുടെ പരസ്യത്തിന് ഒരു സാധാരണ TV ആഡിൻ്റെ ഒരു കോസ്മെറ്റിക് ലുക്കൊന്നും വേണ്ട. എന്താ പറയുക, ഒരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം പോലെ തോന്നണം. യെസ് യെസ്. ജനങ്ങൾ സ്വന്തം അമ്മയെ പോലെ വിശ്വസിക്കണം ഈ ബ്രാൻഡിന്. രവിജി, ഒരു പാർലേ ജി. താങ്ക് യു ജി. വെൽക്കം ജി. രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും നല്ല മുട്ട റോസ്റ്റും ആണെന്നാ പറഞ്ഞേ. നമ്മളിവിടെ ജോയിൻ ചെയ്ത് തടി കുറയ്ക്കാനല്ലേ ഭായി. കൺട്രോൾ, പതറരുത്. എവിടെ പട്ടിണിയെടുത്ത് മനുഷ്യൻ്റെ നട്ടെല്ലാം ഒട്ടിപ്പിടിക്കുക. ദയവായി നിങ്ങളുടെ സെറ്റിംഗ്സ് 84ലേക്ക് മാറ്റുക. എനിക്കിവിടെ തീരെ അങ്ങോട്ട് പിടിക്കണല്ല. എന്ത് കോലോട് പഠിച്ചിരിപ്പിച്ച് കൊല്ലൂല. ബട്ടൺ സൂറുണ്ടല്ലോ. എന്തൊക്കെയാണ്ടാ? സീരിയസ് ആണോ? മച്ചാനെ, നിനക്ക് പറ്റാത്ത പണിയാണിത്. ഈ കോമാളി വേഷമൊക്കെ ഊരി വെച്ചിട്ട് ആ ബാഗ് എടുത്തിട്ട് വാ. നമുക്ക് വീട്ടിൽ പോവാം. ചെറിയ ക്രിസ്മസ് പൊളി പൊളിക്കാം. ഞാനില്ലടാ. ക്രിസ്മസ് ആയിട്ട് നീ ഇവിടെ കിടക്കാൻ പോണോ? അവിടെ എല്ലാവരും നിന്നെ കാത്തു വെക്കണേണ്. ഇപ്രാവശ്യം ആര് ക്രിസ്മസ് പാപ്പയാവും? ഈ ടൈമിൽ തന്നെ ഞാൻ ഈ കോഴ്സ് എടുത്തതിൻ്റെ മെയിൻ കാരണം ക്രിസ്മസിനുള്ള ഫുഡും പലഹാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെ. ക്രിസ്മസ് പപ്പ ഇല്ലാത്തൊരു ക്രിസ്മസ് ആയിക്കോട്ടെ ഇത്. നിങ്ങളുടെ യോഗയ്ക്ക് സമയമായിരിക്കുന്നു. എനിക്ക് യോഗയ്ക്ക് സമയമായി. എടാ, ഞാൻ നൈറ്റ് റൈഡറോട് എന്ത് പറയും? ഇത് വിട്ടിട്ട് പോകുന്ന ആൻമേരോട് ഞാൻ എന്ത് പറയും? ശവാസനത്തിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റുള്ളൂ. ലുക്കാജി, ലുക്കാജി, ലുക്ക. സൈലൻസ്. ഇന്നലെ 2 മുന്തിരി, ഇന്നൊരു നെല്ലിക്ക. ഇങ്ങനെ പട്ടിണി കിടന്ന് തടി കുറയ്ക്കാനാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നാൽ പോരെ. ഈ കോഴ്സ് എത്ര പേര് കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. എല്ലാവരും പാതി വഴിക്കിട്ടിട്ട് പോയാൽ ലാഭം ആർക്കായി? അല്ല ഭായി, ഈ വിൽ പവർ. എടാ കോപ്പേ, ഫുഡ് അടിച്ചില്ലെങ്കിൽ ആള് കാഞ്ഞു പോവില്ലേ? അളിയാ, വെറും വയറ്റിൽ കിടന്ന നിനക്ക് ഉറക്കം വരുമോ? ദേ, നല്ല ചൂട് പുട്ട്, നല്ല 1-ാം തരം കടലക്കറി, 2 പപ്പടം അങ്ങ് പൊടിച്ചിട്ട് എൻ്റെ അളിയാ, നിനക്ക് സഹിക്കാൻ പറ്റുമോ? ഇന്നലെ ക്ലിനിക്കിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് 2 പേർ പുറത്തുപോയി ഭക്ഷണം കഴിച്ചത് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുമുണ്ട്. സ്വയം എഴുന്നേറ്റ് നിന്ന് അപ്പോളജൈസ് ചെയ്യുക. ഇങ്ങനെ ഒരു കപ്പിളുണ്ടായിരുന്നു. ഈ കോഴ്സ് കൂട്ടായൊരു യജ്ഞമാണ്. ഒരു തുള്ളി തൈര് മതി ഒരു കുടം പാല് പിരിയാൻ. മതിൽ ചാടിപ്പോയി ആഹാരം കഴിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് വിശപ്പല്ല, ആർത്തിയാണ്. അതൊരു മാനസിക വൈകല്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വട്ടാന്നാണോ സാറ് പറയണേ? വൈദ്യേഷ് ക്ലിനിക് നിങ്ങളുടെ ശത്രുവല്ല. പൊണ്ണത്തടി എന്ന ദുരവസ്ഥയിൽ നിന്നും പിടിച്ചുയർത്താൻ വന്ന രക്ഷകരാണ്. അച്ചടക്കത്തോടെ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ഭൂമിക്കൊരു ഭാരമായി തുടരാം. സച്ചിൻ നീ പോവാ? നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് നമുക്കിട്ട് തന്നെ പണിയാനാ. ഇതേതാ ഈ ലാപ്ടോപ്പ്? ആ റിസപ്ഷനിലെ പെണ്ണിൻ്റെയാ. അടിച്ചു മാറ്റിയ? ഏതായാലും കാശ് പോയി. നിനക്ക് നോട്ടമുള്ള ഗത നീ എടുത്തോ. എടാ, ഞാൻ എൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു എനിക്കിവിടെ പറ്റണല്ലാന്ന്. അവൾ പറഞ്ഞു ചേട്ടാ നിർത്തി പോരുന്നു. നിന്നെ ഈ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ മതി നിനക്കും. നിങ്ങളുടെ വടകത്തിനുള്ള സമയമായിരിക്കുന്നു. മിണ്ടാതിരിക്കടി പുല്ലേ. ലൂക്ക, എന്തിനാടാ ഈ പീഡനം സഹിച്ചിവിടെ കിടക്കണേ? അപ്പൊ രാഹുൽ വൈദ്യര്? രാഹുൽ വൈദ്യരുടെ അച്ഛൻ്റെ